നമഃശിവായ. കിരാതപുഷേ നമഃ. കിരാതമൂർത്തയേ നമഃ. ഏകനാശനം. ഇപ്പോൾ വേദിയിലിരിക്കുന്ന മഹത്വ്യക്തിത്വങ്ങൾ അത് പേരെടുത്ത് പറയാനൊന്നുമില്ല. അദ്ദേഹം ആദ്യം തന്നെ ഇവിടെ പ്രഭാഷണം ചെയ്ത അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ചിത്രശാലമായിട്ടും അതുപോലെ തന്നെ സാറെ ഒരു ഗരുഡനായിട്ടും പറഞ്ഞു. നാം അങ്ങനെയല്ല പറയണത്. വേദത്തിൻ്റെ വൃക്ഷം അരയാലാണ്. ഇപ്പോൾ പ്രവീൺ ശർമ്മ അദ്ദേഹത്തിനെ ഒരു അരയാലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വേദാന്തം അറിവിൻ്റെ വൃക്ഷം ബുധനൊക്കെ ബോധമലമായിട്ട് കണ്ടതാരെയാണ്? പേരാലാണ്. അപ്പോൾ അതുപോലെ പടർന്ന അറിവുള്ള പേരാലാണ് സാറ്. ഇവര് രണ്ടുപേരുടെ ഇടയിൽ നിന്നൊരു ചെറിയ കൃഷ്ണതുളസിയാണ്. അത് കൃഷ്ണതുളസിയാണ് കേട്ടോ. കൃഷ്ണനോട് ചേർന്ന് നിൽക്കാനേ നമുക്കുള്ളൂ. കൃഷ്ണനില്ലെങ്കിൽ ആ തുളസിക്ക് കാര്യമില്ല. എന്നപോലെ കൃഷ്ണനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൃഷ്ണതുളസി. അപ്പോൾ ആ നാമാണ് ഇനി സംസാരിക്കാൻ പോണത്. അപ്പം അങ്ങനെയുള്ള ആ വ്യക്തിത്വങ്ങൾക്ക് ആദ്യം ഒരു നമസ്കാരം. മാത്രമല്ലാതെ സർപ്പകാവിനെക്കുറിച്ചും അതുപോലെ ശാസ്ത്രപരമായിട്ട് ഇത്ര നേരം ഹിസ്റ്ററി ചരിത്രപരമായിട്ട് മനസ്സിലാക്കി, വേദപരമായിട്ടും ഭക്തി മാർഗത്തിലൂടെ മനസ്സിലാക്കി. ഇതിനെല്ലാം മുമ്പ് നമ്മുടെ ശാസ്ത്രപരമായിട്ട് കുറച്ചും കൂടി പറഞ്ഞു തന്നു. നമുക്ക് ആദ്യം പറഞ്ഞു തന്നുള്ള അദ്ദേഹം ഡോക്ടർ അദ്ദേഹമല്ലേ. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ വലിയൊരു ഈ രണ്ട് വൃക്ഷത്തിൻ്റെ ഇടയിലുള്ള ഒരു ആറായിട്ട് കാണണം. അപ്പോൾ രണ്ട് വൃക്ഷത്തിനും ചുറ്റിയുള്ള ആറ്, ഇതിനിടയിലാണ് ഈ ഒരു തുളസി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തുളസിയിലേക്ക് ആദ്യം നമസ്കരിച്ചു. ശേഷം ഇവിടെ കാണുന്ന എല്ലാവരും നമ്മുടെ ഗുരുജനങ്ങളാണ്. ആ ഗുരുജനങ്ങളെ എല്ലാവരും നമസ്കരിക്കണം. വലിയ സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കാരണം യോഗ്യതയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമില്ല. ഏതോ ജന്മത്തിലെ യോഗ്യത അല്ലെങ്കിൽ ഏതോ ഗുരുക്കന്മാരുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും വലിയൊരു സർപ്പ യജ്ഞം നടത്താൻ പോകുന്നത്. അതിലൊരു കാർമ്മികത്വം വരിക എന്ന് വെച്ചാൽ സ്വപ്നയിൽ നിരീക്ഷിക്കുക അങ്ങനെയൊന്നും വരുന്നത്. അതിൽ പറയണം നിരീക്ഷതല്ല, എങ്കിലും പറയാതെയും വരിക. ഈ സർപ്പയജ്ഞത്തിനെ തകർക്കണം എന്ന ചിന്തയോടുകൂടി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ക്ഷത്രിയൻ നായർ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, പൂജ ചെയ്യരുത്, അത് ചെയ്യരുത്, സർപ്പയജ്ഞം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ മ്ലേച്ഛമായി ഇന്നും ജാതി കോമരങ്ങൾ തൊഴി അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന പലരും വീഡിയോ ഇട്ടു, എല്ലാവരെയും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തക്കതായ മറുപടി ഇന്ന് സാറ് കൊടുത്തു. കാരണം ഇനി അതിലൊരു മറുപടി വേറെ പറ്റില്ല, പറയാനില്ല. അത് സാക്ഷാൽ വേട്ടേക്കരൻ ചെയ്യിപ്പിച്ചതാണെന്നാണ് നമുക്കിതിൽ പറയാനുള്ളത്. ആ ദുഃഖം അതിൽ പോയി. ഇനി സർപ്പക്കാവിലേക്ക് പോവുകയാണ്. സർപ്പയജ്ഞത്തിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പറയാനൊന്നും നമുക്കറിയില്ല. പൂജാപരമായിട്ടും തന്ത്രപരമായിട്ടും പറയാനേ അറിയുള്ളൂ. പിന്നെ അമ്മയും തല്ലിയാലും രണ്ട് പക്ഷമുള്ളതാണല്ലോ നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ യഥേഷ്ടം വരും. നമുക്ക് ഒരു വിരോധമില്ല. വിമർശിച്ചോള്, യഥേഷ്ടം വിമർശിച്ചോള്. കാരണം അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അറിയാം, മനസ്സിലാക്കണം എന്നേ ഇത് പറയുന്നുള്ളൂ. എങ്കിലും ഈ സർപ്പതന്ത്രവും സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിനു മുമ്പ് കാവിലേക്ക് കിടക്കാം. കാവാണല്ലോ എന്നത് നമ്മുടെ വിഷയം. ആദ്യം കാവിലേക്ക് കിടക്കാം. കാവിൻ്റെ ആരാധന എന്ന് പറയുന്നത് പ്രകൃതി ആരാധനയാണ്. അപ്പോൾ ആദ്യമകാലത്തെ മനുഷ്യർ പ്രകൃതിയെ മുഴുവനും ഈശ്വര ചൈതന്യങ്ങളായിട്ട് കണക്കാക്കി. കാരണം വേദത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി കൃതയുഗ കാലഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങളും ആരാധനയും ഇല്ലാന്നാണ് വിശ്വാസം. വേദത്തെ മാത്രം, ആ വേദത്തിനാൽ യാഗങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെയാണ് പ്രകൃതി ശക്തികളെയാണ് അവർ ആരാധിച്ചിരുന്നത്, പഞ്ചഭൂതങ്ങളാകുന്ന പ്രകൃതി ശക്തികളെ. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മളങ്ങനെ പിന്നെ പടിപ്പടിയായിട്ട് പുരോഗമനങ്ങൾക്കും ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ കീഴ്പ്പെട്ട് വരികയാണ്. ആ കാലഘട്ടത്തിലാണ് പ്രകൃതിയെ ആരാധിച്ചു തുടങ്ങുന്നത്. പ്രകൃതിയെ ആരാധിച്ചു തുടങ്ങുമ്പോൾ പ്രകൃതിയിലെ ഏറ്റവും വിശേഷം എന്താണ്? മണ്ണ്, വെള്ളം, മരം, അല്ലേ? ഈ മണ്ണും വെള്ളവും മരവും ചേരുന്നതാണ് കാവ്. ഒന്ന് ചിന്തിക്കാം. സാക്ഷാൽ മഹാവിഷ്ണു, അദ്ദേഹം പറയുകയായി ശിവനും വിഷ്ണു ഒക്കെയാണ് ഈ സർപ്പത്തിലെ ആരാധനാമൂർത്തി എന്ന്. അപ്പോൾ മഹാവിഷ്ണു സംരക്ഷിക്കുന്ന ഭഗവാനും സംഹരിക്കുന്ന ഭഗവാനും. അതാണ് വിഷം. ഒന്ന് ചിന്തിച്ചു നോക്കുക കേട്ടോ. വിഷം എന്ന് വെച്ചാൽ അതിലെല്ലാവർക്കും അതിന് വേണ്ടിയാണ്, സംഹാരമാണ്. പക്ഷേ വിഷമാണ് ഏറ്റവും ഈ ലോകത്തെ വിഷത്തിലുള്ള പ്രോട്ടീൻ വേറെ ഏതിലുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് സംരക്ഷണവും അതുപോലെ തന്നെ ആ ശാസനവും അവിടെ ഉണ്ട്. ആ രണ്ടും ചേരുന്നതാണ് ശൈവവും വൈഷ്ണവവും ചേർന്ന നാഗരാജസ്വാമി.
മനസ്സിലായില്ലേ? അപ്പൊ നാഗരാജസ്വാമി ശൈവവും വൈഷ്ണവും ചേർന്ന ശിവന് ശക്തിയായിട്ടും ഗംഗയായിട്ടും 2 പത്നിമാരാണ്. മഹാവിഷ്ണുവിന് ഐശ്വര്യത്തിന്റെ ദേവതയായിട്ട് മഹാലക്ഷ്മി, അത് ഭൂമി ദേവതയായിട്ട് ഭൂമിദേവി, അങ്ങനെ 2 പത്നിമാർ. ഇവര് സംയോജിക്കുകയാണ്. അപ്പോ സാക്ഷാൽ നാഗേക്ഷിയമ്മ എന്നത് ശക്തിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതിദേവതയാണ്. പാർവതീദേവിയുടെയും മഹാലക്ഷ്മിയുടെയും സംയോജനാണ് നാഗയക്ഷിയമ്മ, ഐശ്വര്യത്തിന്റെയും ശക്തിയുടെയും സ്വരൂപം. പിന്നുള്ളതാര? ഭൂമിദേവി, അതുപോലെ തന്നെ ഗംഗാദേവി. അതാണ് കാവ്. ഭൂമിദേവിയാണ് ഭൂമി, കാടിന്റെ സ്ഥലം. ഗംഗാദേവി കുളം, അല്ലേ? അപ്പൊ ഇത്ര വലിയൊരു സിദ്ധാന്തത്തിനെ കാവ് എന്നൊരു വാക്കിൽ നമ്മുടെ പൂർവികർ നമുക്ക് ഒതുക്കി തന്നാണ്. കാരണം മുഴുവൻ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിക്കലൊന്നും എന്നും സാധ്യമാവില്ല. അപ്പോ എല്ലാവരും അറിയാതെ തന്നെ ആ ഈശ്വരീയതയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാവ് ആദ്യം ആരാധിച്ചു തുടങ്ങി. അന്ന് ആ കാവിലെ പ്രതിഷ്ഠകളില്ല കേട്ടോ, ഒരു കാവാണ്. കാവ് എന്ന് വെച്ചാൽ കാട്, വൃക്ഷങ്ങൾ, ജലത്തെ സംരക്ഷിക്കുക, വൃക്ഷത്തെ സംരക്ഷിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക. അന്ന് ഒരു ചൊല്ലുണ്ട്, കാവ് തീണ്ടിയാൽ കൊലം പറ്റും. കാവ് തീണ്ടി, ഇന്നത് വ്യത്യാസമാണ് കേട്ടോ. കാരണം മനുസ്മൃതിയിൽ പറയുന്നില്ലേ, അവർണൻ വേദം കേട്ടാൽ കാതിലീയം കാഴ്ച ഒഴിക്കണം, സവർണനെ കേൾക്കാം. ഈ അവർണനും സവർണനും മനുഷ്യൻ തരത്തിരിക്കേണ്ടതല്ല. വർണ്ണം എന്നത് ജ്ഞാനമാണ്, അറിവാണ്. അറിവില്ലാത്തവൻ ഈ വകയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിനെ ദുർവ്യാഖ്യാനാണ് ചെയ്യുക. നേരത്തെ പറഞ്ഞില്ലേ, വിമർശിച്ചോളാൻ പറഞ്ഞുല്ലോ. കാരണം അറിവില്ലാത്തവർ അത് ദുർവ്യാഖ്യാനമേ ചെയ്യുള്ളൂ. കാരണം കാവ് തീണ്ടിയാൽ കുളം പറ്റും. അതില് അവർണനായാലും സവർണനായാലും ജാതി പറഞ്ഞിട്ടില്ല. മനുഷ്യൻ, നിങ്ങളിതൊരു കാട്ടിൽ കൂടെ നടക്കുക, ആ കാട്ടിൽ എത്രയോ ജീവജാലങ്ങളില്ലേ? ഏതെങ്കിലും പുല്ല് കരിയിൽ കണ്ടിട്ടുണ്ടാവും? കാട്ടിലുള്ള അനേകം ജീവജാലമുണ്ട്. പുല്ല് കരി ഒഴിക്കാം. മനുഷ്യൻ 10 പ്രാവശ്യം നടന്നാൽ അവിടെ വഴി നേരെ കാണാം. കാരണം അത്രയും പാപങ്ങളുടെ ഒരു ഭാണ്ഡം തലയിൽ വെച്ച് നടക്കുന്നതാണ് മനുഷ്യൻ. എന്നിട്ട് എന്ത് ചെയ്യും വെച്ചാൽ നമ്മൾ ഇതിനെ ചൂണ്ടും. കാരണം 3 നമ്മുടെ മേക്കട്ട 1 അങ്ങനെ പോണട്ടോ. അതാണ് മനുഷ്യൻ. അപ്പൊ ഈ പാപഭാരം നമ്മളിലുണ്ട്. അത് തീർക്കാനാണ് ഈ ജന്മം. കർമ്മം ചെയ്ത് പാപങ്ങളെ തീർത്ത് ആ ഭഗവത് സായുജ്യം അടയാനാണ് ഈ ജന്മം. ആ ജന്മത്തിലെ പാപങ്ങളിൽ നമ്മൾ തീർക്കാൻ വേണ്ടി സായുജ്യത്തിലേക്ക് പോകുമ്പോൾ പ്രകൃതി ശക്തിയെ നമ്മൾ ആദരിക്കണം, അപഹരിക്കരുത്. പക്ഷേ ആ അപഹരിക്കലാണ് കാവ് തീണ്ടത്. മനസ്സിലായില്ലേ? കാവ് തീണ്ടുമ്പോൾ എന്തായി? നമ്മൾ ഒരു പുല്ലിനെ പറിക്കും, ഒരു വള്ളിയെ മുറിക്കും, ഒരു കൊമ്പിനെ മുറിക്കും, ഒരു ഇലയെ പറിക്കും. ആ കാവ് തീണ്ടിയാൽ അവിടെയുള്ള കുളം പറ്റും. കാരണം വൃക്ഷലതാദികളെ നമ്മൾ നശിപ്പിക്കും. അപ്പോൾ ജലം അവിടെ ദോഷം ചെയ്യും. ഇന്ന് കേരളത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയില്ലേ? പണ്ട് മഴക്കാലത്തിന് പേര് കേട്ട കേരളം, മഴ വന്നാൽ ആഹ്ലാദിക്കുന്ന കേരളം, ഇന്ന് മഴ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പേടിച്ചിരിക്കുന്ന കേരളമായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാണ് അതിൻ്റെ കാരണക്കാരൻ. കാരണം നമ്മൾ പ്രകൃതിയെ അത്ര കണ്ട് ഉപദ്രവിക്കുന്നു. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ കാരണം, വേറൊന്നുമല്ല. ആ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മുടെ ജനത നമ്മളെ പഠിപ്പിച്ചിരുന്നതാണ് കാവ്. ഇനി ആ കാവിൽ എങ്ങനെ ഈ സർപ്പാരാധന വന്നു? കാവ് എല്ലാം സർപ്പത്തിന്റെ ഒന്നുമല്ല. കാവിൽ സർപ്പം മാത്രമേ ഉണ്ടാവൂന്നില്ല. കാവിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. കാവിൽ കീരി ഉണ്ടാവും, അതുപോലെ തവള ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അവർക്കൊരു ആരോഗ്യമില്ല. മനുഷ്യന് മാത്രമേ ഈ വേർതിരിവുള്ളൂ. വേറെ അത് ആ മനുഷ്യൻ വേർതിരിവ് ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ശിവകുടുംബത്തിന്റെ ഒരു ചിത്രം. നിങ്ങൾ വിദ്യയിലൊക്കെ കണ്ടിട്ടാവും ശിവകുടുംബത്തിന്റെ ഒരു ചിത്രം, അല്ലേ? ശിവന്റെ വാഹനം കാള, പാർവതിയുടെ വാഹനം സിംഹം, ഗണപതിയുടെ വാഹനം മൊച്ചൻ, മൂഷികം, അതുപോലെ തന്നെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം മയില്. ഒന്ന് ആലോചിക്കണം, ശിവന്റെ ആഭരണം സർപ്പം, അല്ലേ? ഇതൊക്കെ ആ ചിത്രത്തിലുണ്ട്. പറയാൻ ഓരോരുത്തരുടെ ആഹാരമാണ് കേട്ടോ. എന്താ അതിൽ നിന്ന് പറയണത്? ആ ദൈവത്തിന്റെ മുമ്പിലെങ്കിലും നമ്മളൊക്കെ ഒന്ന് ഒന്നിക്കണം. ഇതാ ദൈവത്തിന്റെ മുമ്പിൽ പോലും നമ്മൾ വേർതിരിവ് കാണിക്കുന്നതാണ് മനുഷ്യ സഹജമായ സ്വഭാവം. ഈ സ്വഭാവത്തെ മറക്കാനും ഈശ്വരനും പ്രകൃതി പുരുഷ സംയോജനമാണ് ഈ ലോകത്തിന്റെ രക്ഷ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ കാവിനെ സംരക്ഷിക്കാൻ, ആരാധിക്കാൻ ഒരു പദ്ധതി വരുന്നത്. ആ പദ്ധതിയിൽ സർപ്പത്തിനെ ആരാധന പിന്നെ വരുന്നത് എങ്ങനെയാണ്? അപ്പൊ കാലങ്ങളോളമുള്ള സർപ്പത്തിന്റെ ചരിത്രമൊക്കെ പറയുണ്ടായി. എങ്കിലും സാധാരണ മനുഷ്യൻ കടല് കിടക്കാതെ അല്ലെങ്കിൽ ഒരു ഗ്രാമം തന്നെ കിടക്കാതെയുള്ള മനുഷ്യൻ ഇതിലുള്ള ചിന്തിക്കുന്ന ചിന്തയൊന്നും ഉണ്ടാവില്ല, അല്ലേ?
അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെ ഈ സർപ്പത്തിലേക്ക് വന്നു? ഒന്ന് ചിന്തിക്കുക. ഇന്ന് നാമും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കേണ്ടത് എങ്ങനെയുണ്ടായി? ഒരു അദ്ദേഹം പറഞ്ഞ പോലെ ബീജഗണമായി ഉണ്ടായി. ആ ബീജത്തിന്റെ രൂപം എന്താണ്? സർപ്പമാണ് അല്ലേ? അപ്പൊ ഉത്ഭവത്തിനെ എന്റെ ഈശ്വരനായിട്ട് കണക്കാക്കേണ്ടത്. ആ ഉത്ഭവത്തിനെ സർപ്പം ഒരു രൂപം കൽപ്പിച്ചു, അതിനെ ആരാധിച്ചു തുടങ്ങി. ഉത്ഭവം പ്രകൃതിയും പുരുഷനും സംയോജിക്കുമ്പോൾ അവിടെ ഒരു ബീജം ഉത്ഭവിക്കുന്നു. ആ ബീജം അതാണ് അച്ഛൻ, അമ്മ, പ്രകൃതി, പുരുഷൻ. അവിടെ ഒരു ബീജം ഉണ്ടായി. അവിടെ ഈ ലോകത്തിന്റെ തന്നെ ശുഭം അവിടെ ഉണ്ടാവുന്നു. അതിനൊരു സർപ്പ വിഗ്രഹ രൂപമായിട്ട് സങ്കല്പിച്ചു. പിന്നെ അടുത്ത എന്താ അവിടെ വന്നത്? സർപ്പരൂപം വെച്ചു, ആരാധന തുടങ്ങി. പോരെ മാത്രമല്ല, അവിടെ എന്ത് രീതിക്ക് ആരാധിച്ചു? ഒരു ചിത്രകൂടം. ഈ ചിത്രകൂടത്തിനെ എന്താ സങ്കല്പിക്കുന്നത്? ഇപ്പൊക്കെ ചിത്രകൂടം ഒറ്റ കല്ലൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടാവും, വളരെ ചിത്രമായിട്ടൊക്കെ. 3 അടുക്കാണ് യഥാർത്ഥത്തിൽ ചിത്രകൂടം. മനസ്സിലായില്ലേ? 3 അടുക്ക്. അതില് സത്വം, രജം, തമം ഈ ഗുണങ്ങളാകുന്ന ശക്തികളെ മുഴുവൻ ആവാഹിക്കണം. എന്നിട്ട് അതിനെ ഓരോന്നിനെയായി പ്രതിഷ്ഠിച്ച് അത് ഓരോ ദേശങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എങ്കിലും ഇത് 3 അടുക്കാണ്. എന്താ അതിൽ ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിലെ ഈ 3 ഗുണങ്ങളെയും, ഈ ഒരു ബീജം ഉണ്ടാകുമ്പോൾ അതിൽ 3 ഗുണങ്ങളും വേണം അല്ലേ? സത്വഗുണം മാത്രമായിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഈ 3 ഗുണങ്ങൾ അദ്ദേഹം പറയേണ്ടതിൽ എന്താണ്? ഉത്തമ സർപ്പുണ്ട്, അധർമ്മ സർപ്പുണ്ട്, അതുപോലെ മധ്യമ സർപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ തരാതരം തിരിച്ച് അവരെ ആവാഹിച്ച് ആ ചൈതന്യത്തെ ഒരു ചിത്രകൂട സങ്കല്പം ചെയ്തു. അപ്പോൾ എന്തായി? കാവ് സർപ്പക്കാവായി മാറി. അവിടെ സർപ്പത്തിന്റെ ആരാധന വന്നു. വലിയൊരു കാര്യം ഒതുങ്ങി നോക്കും. ഒരു ചെറിയ കാര്യത്തിൽ വലിയൊരു കൺസെപ്റ്റ് ഒരുക്കി വെച്ചു. അതിനുശേഷം അതിനെ ആരാധിക്കാൻ ഒരു രീതി ഉണ്ടാക്കി. എന്തുകൊണ്ട് രീതി ഉണ്ടാക്കി എന്ന് വെച്ചാൽ, മറ്റ് ജീവജാലങ്ങളൊക്കെ ഉണ്ട്, അത് ആർക്ക് ചോദിക്കാം. മറ്റ് ജീവജാലങ്ങളൊക്കെ എന്താ സർപ്പത്തിനെ മാത്രം അതിലൊരു പ്രത്യേകത കാണിച്ച്? അവിടെ ഗരുഡൻ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വടി കൈ വെച്ച് പോകും അല്ലേ? കാക്കയുണ്ട, പൂച്ചയുണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോകും. സർപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഒരു സർപ്പം വന്നാൽ ഇത് എത്ര പേര് ഇവിടെ ഉണ്ടാവും? പകുതിയോളം ആൾക്കാർ ഓടും. എന്ത് ഭക്തിയാണെങ്കിലും ശരി അല്ലേ? പാമ്പിനെ കണ്ട പടയും നടുന്നു പറയില്ലേ? അപ്പൊ അങ്ങനെ ഒരു തക്കതായിട്ടുള്ള ഒരു ശക്തനായുള്ള ഒരു പോരാളിക്ക് മാത്രമേ ഏതൊരു കാര്യത്തെയും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് അതിന് വീര്യമായിട്ടുള്ള ഒരു സർപ്പത്തിന്റെ ഒരു രൂപം അല്ലെങ്കിൽ സർപ്പകാവ് എന്നത് ഒരു ഭയത്തിന്റെ ഭാവത്തിലേക്ക് കൊണ്ട് നിർത്തി. കാരണം ഭയമുണ്ടെങ്കിലേ ഭക്തി ഉണ്ടാവുള്ളൂ. ഇപ്പോ അത് ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. കാരണം ഹിന്ദുക്കൾക്ക് ഭയമില്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റ് മതസ്ഥർക്കൊക്കെ അവരവരുടെ വേദപുസ്തകം പഠിക്കണം, അവരവരുടെ ആചാരത്തിൽ നയിക്കണം. എങ്കിൽ മാത്രമേ തുടർന്നുള്ള ജീവിതത്തിൽ അവർക്ക് ഐക്യവും അവരുടെ കുടുംബത്തിൽ ബലവും അവരുടെ സമുദായത്തിൽ തുടർന്നുള്ള ജീവിതത്തിൽ ഗുണമുള്ളൂ. പക്ഷെ ഹിന്ദുവിൽ അതില്ല. വേണ്ടപ്പം അമ്പലത്തിൽ പോയാൽ മതി, ആരെ വേണമെങ്കിൽ ആരാധിക്കാം. നമുക്കുള്ളൊരു ചാൻസ് ആയിട്ട് എടുത്തിട്ട് അവരവർക്ക് തോന്നിയ പോലെ അവരോട് ജീവിക്കേണ്ടത്. യാതൊന്നും ആരും എടുക്കുന്നില്ല. അപ്പോൾ എന്ത് വേണം? അവിടെ ഭയം വേണം അല്ലേ? ഒരു പ്രിൻസിപ്പാലിറ്റി വേണം. അപ്പൊ അതിനാണ് സർപ്പം എന്നൊരു ഭയം അവിടെ ഉണ്ടാക്കി. പിന്നെ അതിനെ ആചരിക്കാൻ വേണ്ടി അപ്പൊ അവിടെ ഭക്തി വന്നു. ഭയവും ഭക്തി ഉണ്ടെങ്കിൽ വിശ്വാസം വന്നു. അപ്പൊ ആ വിശ്വാസത്തെ നിലനിർത്തി ഒരു കാവ് ഉണ്ടാക്കി. ഈ കാവ് ഒരിക്കലും സർപ്പത്തെ രക്ഷിക്കാനല്ല, നിങ്ങളുടെ തലമുറയെ രക്ഷിക്കാനാണ്. കണ്ണിൽ കാണാത്തൊരു വൈറസിനെ പേടിച്ചിട്ട് എല്ലാവരും വീട്ടിലുള്ള ഒതുങ്ങിയിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്? ഒരു ഓക്സിജന് വേണ്ടിയിട്ട് അല്ലേ? പ്രാണവായുവിന് വേണ്ടിയിട്ട്. ഈ പ്രാണവായു നമുക്ക് പൈസ കൊടുക്കാണ്ട് കിട്ടിയിരുന്നത് വൃക്ഷങ്ങളിൽ നിന്നാണ്, ഒന്നിൽ നിന്നുമല്ല. അപ്പോ ആ വൃക്ഷങ്ങളിൽ നിന്നുള്ള പല ഔഷധ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതിനാണ് കാവ് സംരക്ഷിക്കാൻ പറയുന്നത്. സർപ്പക്കാവിൽ വിശേഷിക്കപ്പെട്ട കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുണ്ട്, കുറച്ച് വള്ളികൾ വെച്ച് പിടിപ്പിക്കാനുണ്ട്. അതിൽ എല്ലാം വിശദീകരിച്ച് പറയാൻ ഇപ്പൊ നേരമില്ലെങ്കിലും കുറച്ച് ഞാൻ പറയാം. കാരണം പ്രത്യേകിച്ച് സർപ്പക്കാവിലുള്ള മരമാണ് നാഗവള്ളി, വള്ളിക്കാഞ്ഞിരം, മരമഞ്ഞള, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വൃക്ഷങ്ങളുണ്ട്. എണ്ണാങ്കുടി എന്നിങ്ങനെ വള്ളികൾ. ഇതൊക്കെ വള്ളികളാട്ടോ. ഇതില് പ്രത്യേകിച്ച് എണ്ണാങ്കുടി വള്ളിയുടെ ഒരു പ്രത്യേകത, ആ വള്ളി എവിടെയാണ് അതിന്റെ ഉത്ഭവത്തെ അറിയില്ല. ആ കൊടി എണ്ണാൻ തരാവില്ലാന്നർത്ഥം. അതുകൊണ്ടാണ് നാടൻ ഭാഷയിൽ ഇതിനെ എണ്ണാങ്കുടി എന്ന് പറയുന്നത്. പിന്നെ നാഗവള്ളി എന്ന് വെച്ചാൽ അതിന്റെ ഏതായാലും 2 താങ്കത്തിന്റെ പത്തി പോലെ നാവ് പോലെ 2 എണ്ണമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇലയുണ്ട്. അപൂർവമായിട്ട് അതിന്റെ വള്ളി ഇങ്ങനെ ചുറ്റി പോണതേ കാണാൻ പറ്റുള്ളൂ. അപൂർവമായിട്ട് എല്ലാം കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെന്താണ്? മരമഞ്ഞൾ
സർപ്പങ്ങളില് ഇലയുണ്ടാവില്ല, ഒരു വലിയ തടിവും ഉണ്ടാവില്ല. സർപ്പക്കാവിലൊക്കെ നോക്കിയാൽ കാണാൻ വലിയൊരു തടി ഇങ്ങനെ ചുറ്റിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പൊടി ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? എന്താ ഈ പൊടി പൊടിയുന്നത് വിശേഷമാവണമെന്നറിയോ? ഇന്ന് കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് കാണുന്നുണ്ട് ബാക്ടീരിയ, ചെള്ളുപനി, അങ്ങനെയൊക്കെ കുറേയൊക്കെ വരുന്നുണ്ടല്ലോ. ഈ പൊടി അതിനുള്ള മരുന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അത് വാരിപൂശൊന്നും വേണ്ട, സർപ്പക്കാവിൽ പോയിട്ട് വന്നാൽ അത് നിങ്ങൾ പതിച്ചോളും. മനസ്സിലായില്ലേ? ഇതൊക്കെ ആ പ്രകൃതിയായിട്ട് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ അതിനെ ഉപദ്രവിക്കാതെ മാത്രം ഇരുന്നാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പൊ സർപ്പക്കാവിൽ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക തരം ഒരു ശക്തി ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവുന്നത്? ആ വൃക്ഷലതാദികൾ തരുന്ന, ആ പ്രകൃതി തരുന്ന ശക്തിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ പ്രകൃതി തരുന്ന ശക്തി നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾക്ക് എന്തു വേണം? മനസ്സിലൊരു ഏകാഗ്രത വേണം. ആ ഏകാഗ്രതയാണ് ഭക്തി അല്ലെങ്കിൽ വിശ്വാസം എന്നൊരു രീതിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ രീതിക്ക് നിങ്ങൾ അവിടെ തൊഴൂ. അത് നിങ്ങൾ ആ സർപ്പത്തിൻ്റെ ചിത്രം കൂടായി കണ്ടാലും ശരി, നാഗരൂപായി കണ്ടാലും ശരി, അങ്ങനെ ഒരു രൂപം കാണിച്ചത് നമ്മളെ തൊഴുതു തുടങ്ങി. അങ്ങനെ അന്നത്തെ മനുഷ്യന്മാർ അവിടെ ഇരുന്ന് പല പല രചനകൾ ചെയ്തു. മഹാകാവ്യങ്ങളൊക്കെ എഴുതിയതിനെ കുറിച്ച് പറഞ്ഞൂലേ? അവിടെ ഇരുന്നു ബുദ്ധൻ എവിടെ നിന്ന് ബോധോദയം കിട്ടി? മരത്തിന് താഴെ നിന്ന് കിട്ടിയില്ലേ? ഇതൊക്കെയാണ് തീർത്ഥകന്മാരുടെ വിഗ്രഹങ്ങൾ. നോക്കൂ, മരത്തിന് താഴെയാണ് ഇരിക്കുന്നത്. കാരണം ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു വൃക്ഷം അത്രയും നമുക്ക് ഈ പ്രപഞ്ചത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത്രയും ചൈതന്യം, പ്രപഞ്ചത്തിന്റെ ചൈതന്യം ആ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് തരാൻ കാവിന് സാധിക്കും. ആ കാവിന് നിങ്ങളിപ്പോൾ എത്രയോ കാവുകൾ ഉപേക്ഷിക്കുകയല്ലേ, ഒഴിവാക്കല്ലേ? നിങ്ങൾക്ക് കാവില് പൂജിക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും അതിനെ ആവാഹിച്ച് ഒഴിവാക്കരുത്. ഈ വേദിയിൽ നിന്ന് ഉറപ്പിച്ചൊരു കാര്യം പറയാം, ആരെവിടെ നിന്ന് കാവ് ഒഴിവാക്കിയാലും സാക്ഷാൽ പരമേശ്വരൻ വന്ന് ആവാഹിച്ചു പോയാലും ആ ഭൂമിയിലെ സർപ്പചൈതന്യത്തെ ഒഴിവാക്കാൻ സാധ്യമല്ല. അതിന് ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി. ആരെന്നെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? കാരണം പ്രപഞ്ച ചൈതന്യത്തിനെ ഒഴിവാക്കാനുള്ള മനുഷ്യന്മാരൊന്നും ഈ ലോകത്ത് ജനിച്ചിട്ടില്ല, ജനിക്കൂല്ല. അതിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് പൂജിക്കാൻ വയ്യ. നിങ്ങൾ ദൂരകാലങ്ങളിലാണെങ്കിൽ അതിനൊരു അതിർത്തി ഇട്ട് കൊടുക്കുക. നിങ്ങൾ അവിടെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. നിങ്ങൾ പൂജിക്കണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. അവരെ ഉപദ്രവിക്കാതിരിക്കുക, ആ കാവിനെ സംരക്ഷിക്കുക. അത് ഒരു വ്യക്തിക്കല്ല. നിങ്ങളിപ്പോൾ വീടുകളിൽ ഒരു ഒരു ഒന്ന് ചിന്തിക്കുക. വീട്ടിലൊരു പിച്ചകം നട്ട് വളർത്തി അതിനൊരു പൂ വരില്ലേ? സുഗന്ധം വളർത്തിക്കൊണ്ട് പോയി നിങ്ങൾക്ക് ആ പൂ പിച്ചകം നിങ്ങളുടെയാണ്. ആ പൂ പറിച്ച് വിൽക്കാനുള്ള അധികാരവും നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങളുടെയാണ് അവകാശം. അതിലെ മണം അതിന് നിങ്ങൾ വിചാരിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ആ പ്രദേശത്ത് എല്ലാവർക്കും കിട്ടും അല്ലേ? ആ സുഗന്ധം എല്ലാവർക്കും കിട്ടില്ലേ? അതുപോലെയാണ് കാവ്. ഒരാളുടെ അതിർത്തിയിൽ ഒരു കാവുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഉപദ്രവിച്ചാൽ നിങ്ങൾ മാത്രമല്ല, ആ ഒരു പ്രദേശം മുഴുവനും അതിന് ആ ദോഷത്തിന് ബാധകമാവുകയാണ്. അതിനെ സംരക്ഷിക്കാൻ നിങ്ങളും നിങ്ങളുടെ പരമ്പരയും മാത്രമല്ല, ആ ഒരു പ്രദേശത്തെ മുഴുവൻ സംരക്ഷിക്കുകയാണ്. സംസാരിക്കാൻ ഒരുപാട് വലിയ സാഗരമായി കിടക്കുന്ന ഒരു വിഷയമാണ് സർപ്പക്കാവ്. എങ്കിലും അതിന് ഇത്രയും ചെറുതായിട്ടുള്ള വളരെ കുന്നിക്കുരുവോളമുള്ള കാര്യങ്ങൾ മാത്രം, ഒരു വിശ്വാസത്തിന്റെ മാത്രം ഭാഗമായിട്ട് ഒരിക്കലും അതിനെ കാണരുത്. എല്ലാവരും യുക്തിയുടെ ഭാഗത്തിലും കൂടി കാണുക. നമ്മൾ ഓരോരുത്തരും ജീവിക്കണമെങ്കിൽ, നാളത്തെ നമ്മുടെ തലമുറകൾ ഇവിടെ ജീവിക്കണമെങ്കിൽ അവിടെ കാവുകൾ വേണം, വൃക്ഷങ്ങൾ വേണം. നിങ്ങൾ ഇന്നീ കാണുന്ന ഭവിഷ്യത്തിനൊക്കെ കാരണം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന വൃക്ഷനാശമാണ്. അതിന് നമ്മൾ തന്നെ പരിഹരിക്കണം. അതെങ്ങനെ പരിഹരിക്കണം? ഭക്തിയിലൂടെ. മനസ്സിലായില്ലേ? ഈ ഭക്തി ഇല്ലാത്തവരാണെങ്കിലും കാവിനെ നിങ്ങൾ ഉപദ്രവിക്കാതെ വൃക്ഷങ്ങളെ നിങ്ങൾ ദൈവങ്ങളായിട്ട് കാണണ്ട, ആ വൃക്ഷങ്ങളെ സംരക്ഷിക്കൂ, അവിടെ നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കൂ. അപ്പോൾ ഈ കേരളത്തെ നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടായി തിരിച്ചു പിടിക്കാം കുറച്ചെങ്കിലും. പിന്നെ ഈ ഭക്തിയിലേക്ക് വരികയാണ്. ഭക്തിയിലേക്ക് വരുമ്പോൾ സർപ്പക്കാവില് നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ദോഷങ്ങളൊക്കെ ഒരുപാട് പേർക്ക് സർപ്പദോഷം വരും. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് എവിടെയൊക്കെ പോവാൻ? സർപ്പക്കാവുകളിൽ എന്താ വഴിപാട് ചെയ്യുക? സർപ്പവും മുട്ടയും അല്ലേ? സർപ്പം, മുട്ട, ഉരുളി, ഇതാണ് സർപ്പക്കാവിലെ വഴിപാട്. എന്തിനാണ് ഇത് വെക്കണമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സർപ്പവും മുട്ടയും ഉരുളിയും ഞാൻ പറഞ്ഞു, ജ്യോതിഷി പറഞ്ഞു ചെയ്തു, തിരുമേനി പറഞ്ഞു ചെയ്തു, തന്ത്രി പറഞ്ഞു ചെയ്തു, തിരുമനസ് പറഞ്ഞു ചെയ്തു. ആരെങ്കിലും ചിന്തിച്ചു അതെന്താണ്? സർപ്പം വെക്കുന്നത് ബീജമാണ്, സ്പേം. ഓരോ ജീവൻ ഇവിടെ ഉണ്ടാവണമെങ്കിൽ ബീജാണു ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് ആ സ്പേമിന്റെ രൂപമാണ് സർപ്പം. ഓരോ സ്ത്രീജനങ്ങളുടെയും അമ്മമാരുടെയും ഉള്ളിലുള്ള അണ്ഡമാണ് മുട്ട. അപ്പോ
അണ്ടവും ബീജവും സംയോജിച്ചാലേ ശക്തിയുള്ളൂ അല്ലേ? ഈ സംയോജിക്കുന്നത് ഗർഭപാത്രം, അതാണ് ഉരുളി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയൊരു സിദ്ധാന്തം ചെറുതായിട്ട് നമ്മളെ കൊണ്ടൊരു കാവൽ വെപ്പിക്കാച്ചാൽ നമ്മുടെ പൂർവികർ നമുക്ക് എത്ര മഹത്തായ പലതും പറഞ്ഞു തരുന്നു. നമ്മൾ അതിനെ തിരസ്കരിക്കുകയാണ്. കാരണം ഫോട്ടോ സൂട്ട് വിട്ടിട്ട് ഇംഗ്ലീഷിൽ 4 വാക്ക് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. അല്ലാതെ ഒരു കണ്ണനോ തൊട്ട് ഒരു തിലക്കും തൊട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്നേ കണക്കാക്കുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷേ ഇതേ കാര്യം അതിനൊരു തെളിവുണ്ട് കേട്ടോ. യോഗ, നാഗയോഗൻ, കുണ്ടലിനി, ഇത് നമ്മുടെ മാത്രം, നമുക്ക് ഉറപ്പിച്ച് പറയാം, നമ്മുടെ മാത്രമായിരുന്നു. ഇന്ന് യോഗ പഠിപ്പിക്കുന്നത് വിദേശത്ത് നിന്ന് വന്നവരാണ്. വിദേശികൾ പറഞ്ഞ യോഗയ്ക്കാണെന്ന് പ്രാധാന്യമുള്ളൂ അല്ലേ? എന്നാലും പതഞ്ജലി വിദേശത്ത് പോയിട്ടല്ല ചെയ്തത്. പക്ഷേ ഇന്ന് അതിനാണ് ഏറ്റവും കൂടുതൽ തന്ത്രം പഠിക്കുന്നത് വിദേശികളല്ലേ അധികം. നമ്മൾ സ്വദേശികൾ ഒരു ക്ഷേത്ര പൂജാരിക്ക് ഒരു വേലി കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാൻ സാധിക്കില്ല. കാരണം ക്ഷേത്ര പൂജാരി എങ്ങനെയൊക്കെ അപഹരിക്കാം, അതേ നടക്കുള്ളൂ. സിദ്ധാന്തങ്ങളും ഈ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ വശം. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരാനുണ്ട്. നമുക്ക് ഇതുപോലെ ക്ലാസ്സുകൾ നടത്താൻ പറയാം. എങ്കിലും സർപ്പയജ്ഞത്തിലേക്ക് കുറച്ച് പോകും. കാരണം അതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സർപ്പയജ്ഞത്തിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് നാളെ സർപ്പയജ്ഞം എന്നുള്ളൊരു ക്രിയാപദ്ധതിയിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പിന്നെ സർപ്പയജ്ഞം എന്നുള്ളത് യാഗമല്ല, യജ്ഞമാണ്. യാഗവും യജ്ഞവും തമ്മിൽ ആചാരഗജാന്തര വ്യത്യാസങ്ങളുണ്ട്. യാഗം വേദമുഖരിതമാണ്, അത് വൈദികർ ചെയ്യുന്നതാണ്. ഇത് യജ്ഞമാണ്. യജ്ഞം എന്നതൊരു ക്രിയാപദ്ധതിയാണ്. ഏതൊരു കാര്യത്തിൻ്റെയും ക്രിയാപദ്ധതിയാണ് യജ്ഞം. ആ സർപ്പയജ്ഞമാണ്. സർപ്പയജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയെങ്കിലും സർപ്പത്തെ എല്ലാവരും ആരാധിച്ചു വരട്ടെ, ആശ്രയിച്ചു വരട്ടെ, ഇനിയുള്ള ജനതകൾ വളരെ നന്നായി വരട്ടെ, അല്ലെങ്കിൽ മനുഷ്യായസന് ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിനോടുകൂടി പ്രപഞ്ച രക്ഷയ്ക്ക് ചെയ്യുന്ന ഒരു ക്രിയാപദ്ധതിയാണ് ഈ സർപ്പയജ്ഞം. ഈ സർപ്പയജ്ഞത്തിന് പ്രത്യേകിച്ച് പുസ്തകങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ അവിടെയുള്ള സർപ്പതന്ത്രപരമായിട്ടുള്ളതും കുറേയുള്ള ഗ്രന്ഥങ്ങളായാലും കുറേയുള്ള പുസ്തകങ്ങളിൽ നിന്നും നാം ക്രോഡീകരിച്ച് ഒരു ക്രിയാപദ്ധതി രചിച്ച് ആ ക്രിയാപദ്ധതി പ്രകാരമാണ് ഈ സർപ്പയജ്ഞം നടത്തുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. 2 മാസം മുമ്പാണ് ഞങ്ങൾ കൂഷ്മാണ്ഡി ഹോമം. കാരണം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആദ്യം സകല പാപ വിമുക്തി ചെയ്ത് വൈദികന്മാരുടെ അനുഗ്രഹം വാങ്ങി ദാനധർമ്മങ്ങൾ ചെയ്ത് തുടങ്ങണം. അത് തുടങ്ങി കൂഷ്മാണ്ഡ വ്രതം ആരംഭിച്ച് ഈ സർപ്പയജ്ഞത്തിലേക്ക് പ്രവേശിച്ചു. ആ ക്രിയാപദ്ധതികൾക്ക് ഓരോരോ പടിപടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ക്രിയാപദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പ്രത്യേകിച്ചുള്ള സർപ്പയജ്ഞം എന്ന മഹാപദ്ധതി ഇപ്പോൾ രചിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ വൈകാതെ തന്നെ പൂർത്തീകരിച്ച് അതിനുള്ള ആചരിച്ച് അതിൽ പ്രകാരമാണ് ഈ സർപ്പയജ്ഞം നടത്താൻ പോകുന്നത്. ഈ സർപ്പയജ്ഞത്തിൻ്റെ പ്രധാനമായിട്ടുള്ള മൂർത്തി, ഏതൊരു യജ്ഞത്തിനും ഒരു മൂർത്തി ഉണ്ടല്ലോ, ആ മൂർത്തി എന്ന് പറയുന്നത് അഷ്ടനാഗങ്ങളാണ്. അതിൽ വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ഗുളികൻ, ശങ്കൻ, പത്മൻ, മഹാപത്മൻ, ഇങ്ങനെയുള്ള 8 പേരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷാമൂർത്തികൾ. ഇവർക്കാണ് ഈ സർപ്പയജ്ഞം നടക്കുന്നത്. സർപ്പതന്ത്ര പ്രകാരം നമ്മൾ സാധാരണ താന്ത്രിക ഗ്രന്ഥങ്ങൾ പ്രകാരം സർപ്പപൂജ പറയുന്നുണ്ടെങ്കിൽ സപരിവാര പൂജ എന്നാണ് പറയുക. സപരിവാര പൂജയുടെ തന്ത്രത്തിനെ കുറിച്ച് തന്ത്രത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് ശിവന്റെ പരിവാരങ്ങളായിട്ട് സർപ്പങ്ങളെ പൂജിക്കാം. ഇതാണ് ആ ക്രിയാപദ്ധതി. പിന്നുള്ളത് വിഷ്ണു പ്രധാനമായി സങ്കല്പിക്കും. വിഷ്ണുവിന്റെ പരിവാരങ്ങളുമായിട്ട് നാഗത്തെ പൂജിക്കാം. ഇങ്ങനെയാണ്. പക്ഷെ സർപ്പതന്ത്രം ഇതിൽ നിന്ന് വ്യത്യാസമാണ്. മുഴുവനും സർപ്പാത്മകമാണ്. മനസ്സിലായില്ലേ? അതിന് കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാണ്ട്. ഒന്ന്, ഈ കുലകങ്ങൾ അല്ലെങ്കിൽ പന്നകന്മാരെ പൂജിക്കുമ്പോൾ ഇതിൽ 2 കുലങ്ങളുണ്ട്. 2 കുലങ്ങൾ, ഒന്ന് നാഗം, പിന്നെ ഒന്ന് സർപ്പം. ഇത് രണ്ടും രണ്ടാണ്. അദ്ദേഹം പറയേണ്ടായി രണ്ടും രണ്ടാണെന്ന്. 2 കുലങ്ങളാണ്. കാരണം നാഗം എന്നത് ചൈതന്യമാണ്, കുണ്ടലിനിയാണ്, ശക്തിയാണ്. ശക്തിയുടെ മൂർത്തിമത് ഭാവമാണ് നാഗം. അപ്പൊ ഈ നാഗത്തിന്റെ രൂപമില്ല. നാഗങ്ങൾ കാമരൂപികളാണെന്ന് പറയും. മനസ്സിലായില്ലേ? കാമരൂപികൾ എന്ന് വെച്ചാൽ ഇപ്പൊ തെറ്റിദ്ധരിക്കുന്ന കാമരൂപം എന്താ പറയുന്നത് കേട്ടോ? നിരീച്ച സമയത്ത് നിരീച്ച രൂപമെടുക്കാനുള്ള കഴിവുള്ളവർ. അതിന്റെ അർത്ഥം ശക്തി. അതിനെ മറ്റൊരു ഭാഗത്തിലും പറയാം, ഇച്ഛിച്ച സമയത്ത് ഇച്ഛിച്ച രൂപമെടുക്കാൻ സാധ്യമാകുന്നവർ, അവരാണ് നാഗങ്ങൾ. അവർക്ക് രൂപമില്ല. അപ്പൊ ആ രൂപികളായ ശക്തികളെ നമ്മൾ രൂപത്തിൽ സങ്കല്പിക്കുന്നതാണ് നാഗപ്രതിഷ്ഠകൾ.
വീടുകളിലൊക്കെ വെക്കുമ്പോൾ മണിനാഗം, കരിനാഗം എന്നൊക്കെ പണ്ട് വെച്ച് പൂജിക്കും. അതാണ് അതിൻ്റെ അർത്ഥം, നാഗം. മനസ്സിലായില്ലേ? സർപ്പങ്ങൾ അവര് സ്ഥൂല രൂപികളാണ്. അവർക്ക് ഇനി നമ്മളൊരു രൂപം കൊടുക്കൊന്നും വേണ്ട, കാരണം അവർ ജീവനുള്ള സ്ഥൂല രൂപികളാണ്. അപ്പൊ അവർക്ക് വെക്കുന്ന എന്താ, രൂപപ്രതിഷ്ഠയൊന്നും ചെയ്യില്ല. അവർക്ക് വാസസ്ഥാനമായിട്ട് കാവുണ്ടാക്കും, എന്നിട്ട് ഒരു ചിത്രോടൊക്കെ അവിടെ ഉണ്ടാക്കി വയ്ക്കും. അവരുടെ വാസസ്ഥാനാണ് അത് സർപ്പം. ഒന്ന് ചിന്തിക്കുക, കാവുകളെ നാഗക്കാവ് എന്ന് പറയില്ല, സർപ്പക്കാവ് എന്നേ പറയുള്ളൂ അല്ലേ? കാരണം എന്താണ്, രൂപമുള്ള സർപ്പങ്ങൾ വസിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് സർപ്പക്കാവ്. നാഗങ്ങൾ ഇരിക്കുന്നത് നാഗക്ഷേത്രമാണ്. മനസ്സിലായില്ലേ? അരൂപികളായ രൂപത്തെ, ചൈതന്യത്തെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലം ക്ഷേത്രം അല്ലെങ്കിൽ അമ്പലം, അത് നാഗക്ഷേത്രമാണ്, നാഗ അമ്പലമാണ്. എങ്ങനെയുള്ളൂ. അപ്പൊ അതാണ് ഈ നാഗവും സർപ്പവും ഉള്ള വ്യത്യാസം. അതാണ് രണ്ട് കുലങ്ങൾ. പിന്നെ അതില് 4 ഗോത്രങ്ങളുണ്ട്. മനസ്സിലായില്ലേ? 4 ഗോത്രങ്ങളുണ്ട്. ആ 4 ഗോത്രങ്ങൾക്ക് അതിനെ പ്രത്യേകിച്ച് പറയും ഇന്ദ്രസർപ്പം, അഗ്നിസർപ്പം, സൂര്യസർപ്പം, വരുണസർപ്പം. ഈ വരുണസർപ്പത്തിനെ ചന്ദ്രസർപ്പം എന്ന് പറയും കേട്ടോ. ഇങ്ങനെ 4 ഗോത്രങ്ങളുണ്ട്. ഈ 4 ഗോത്രങ്ങളെ എന്തിനാ ഈ 4 ഗോത്രങ്ങൾ? പൂജയിലാണോ? മന്ത്രങ്ങൾക്കാണ് ഇതിനൊക്കെ ഒരു വ്യത്യാസം ഉള്ളത്, പൂജയിലാണ് ഇതിൻ്റെ ഓരോരോ ആചാരത്തിന് വ്യത്യാസം ഉള്ളത്. ചില ഭാഗത്ത്, ഇപ്പൊ പാലക്കാടൻ ഭാഗത്തുള്ള സർവ്വകാവിലൊന്നും നൂറുമ്പാല് പതിവില്ല. ഇപ്പൊക്കെ പറയുമെങ്കിലും നൂറുമ്പാല് പാലക്കാടന്മാർക്ക് അറിയില്ല. പാലക്കാട് നൂറുമ്പാലും ഇല്ല. വെള്ളരി ഇടലാണ് പാലക്കാടുള്ള ആചാരം. മനസ്സിലായില്ലേ? കാരണം നൂറുമ്പാലും എന്നുള്ള പൂജ രാവിലെ മുട്ടിയിൽ വെച്ച് പന്തം കൊളുത്തി ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അത് തൃശ്ശൂരിന് അങ്ങേ പ്രത്യേകതയുള്ളൂ, ഇന്ന് ഭാഗത്തൊന്നും ഇല്ല, കണ്ടിട്ടില്ല, ഇനി ഉണ്ടാവാനില്ല. ഇല്ല, പാലക്കാടൊക്കെ ഏകദേശം എല്ലാ കുടുംബങ്ങളും പറയും വെള്ളരി ഇടുക, സർപ്പങ്ങൾക്ക് വെള്ളരി ഇടുക എന്നാണ് പറയുക. മനസ്സിലായില്ലേ? അതേ രീതിക്ക് തൃശ്ശൂരിന് അങ്ങോട്ട് പോയാൽ പാലനൂറും കൊടുക്കുക. മനസ്സിലായില്ലേ? അതേ രീതിക്ക് ഈ വള്ളുവനാടിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സർപ്പത്തിന് പാലും പൊടിയും കൊടുക്കുക. അതേ രീതിക്ക് തെക്കൻ മേഖലയ്ക്ക് പോയാൽ തളിച്ചുകൂട. മനസ്സിലായില്ലേ? തെക്കൻ മേഖലയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തളിച്ചുകൂടയാണ്. അപ്പൊ ഈ പറഞ്ഞ ആരാധനയ്ക്ക് പ്രാദേശികമായ മാറ്റം, ഇത് പ്രാദേശികമായ മാറ്റം മാത്രമല്ല, ഈ ഗോത്ര വിഭാഗങ്ങളുടെ വ്യത്യാസമുണ്ട്. ഓരോരോ ഗോത്ര സർപ്പങ്ങൾക്ക് ഓരോരോ രീതിക്കുള്ള പൂജ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പൂജയിൽ വരുന്ന വ്യത്യാസം. അതിന് ഓരോരോ മന്ത്രങ്ങളും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഇതിന്റെ ആചാര രീതിക്കൊക്കെ വ്യത്യാസമാണ്. ഇതല്ലാതെ പിന്നീട് എന്താ, 4 വർണ്ണങ്ങളുണ്ട്. അവിടെയാണ് ഏറ്റവും രസം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇങ്ങനെ 4 വർണ്ണങ്ങളുണ്ട്. ബ്രാഹ്മണ സർപ്പം, ചില ഭാഗത്ത് കാണാൻ ബ്രാഹ്മണ സർപ്പം, ക്ഷത്രിയ സർപ്പം, വൈശ്യ സർപ്പം, ശൂദ്ര സർപ്പം. മനസ്സിലായില്ലേ? ഇത് വർണ്ണങ്ങളാണ്, ജാതിയല്ല. മനുഷ്യനെ പോലുള്ള വേർതിരിവില്ല. തികച്ചും ഒന്നുകൂടി വിശദീകരിച്ച് പറയണം. കാരണം ഈ വർണ്ണങ്ങളിൽ ആരാധിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, വർണ്ണാശ്രമ വ്യവസ്ഥയെ കുറിച്ചൊക്കെ എല്ലാവരും പറയും, എങ്കിലും അതിന്റെ വ്യക്തതയിലേക്ക് ആരും പ്രവേശിക്കില്ല. ഒരു മനുഷ്യൻ ഈ 4 വർണ്ണത്തിലൂടെ പ്രവേശിക്കാതെ ഒരു ആൾക്കും ജീവിക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഈ 4 വർണ്ണത്തിന്റെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യനെ വേർതിരിക്കാൻ പറ്റില്ല. കാരണം ആരാണോ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ബ്രഹ്മജ്ഞാനി, അവരാണ് ബ്രാഹ്മണൻ. നിങ്ങൾ പഠിക്കുന്ന കാലം നിങ്ങളൊക്കെ ബ്രാഹ്മണനാണ്. കാരണം ആ വിദ്യ അഭ്യസിക്കുന്നതും അനുഷ്ഠിക്കുന്നതുള്ള കാലം ബ്രാഹ്മണനാണ്. മനസ്സിലായില്ലേ? പഠിച്ചൊരു ജോലി വാങ്ങി ഒരു സ്വസ്ഥാനത്തിലേക്ക് നിലനിൽക്കാൻ നേടിയെടുക്കുന്ന ഒരവസ്ഥ, ക്ഷതങ്ങളെ ത്രാണനം ചെയ്ത് സ്വസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ ക്ഷത്രിയനായി. മനസ്സിലായില്ലേ? പിന്നെ അപ്പൊ കുടുംബജീവിതമൊക്കെ വരും. നമ്മൾ ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അടുത്ത എന്താ വേണ്ടത്? കുടുംബജീവിതം. കുടുംബജീവിതം വരുമ്പോൾ അവന് സമ്പാദ്യം ഇല്ലാതെ പറ്റുമോ? സന്തതിയും സമ്പാദ്യവും വേണമല്ലേ? അപ്പൊ അവൻ വൈശ്യ ഗുണത്തിലേക്ക് പോകും. സമ്പാദിക്കുന്നവൻ, മനസ്സിലായില്ലേ? ശ്രേയമാകുന്ന ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വൈമനസ്യമില്ലാതെ പെരുമാറുന്ന ദേവനും അവൻ വൈശ്യനാകുന്നു. അപ്പൊ വൈശ്യ ഗുണത്തിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ ഇത് സമ്പാദ്യമായി, എല്ലാം കഴിഞ്ഞാൽ പിന്നെ സന്തതികളായി, പേരമക്കളും സന്തതികളുടെ സന്തതികളായി. അപ്പൊ നിങ്ങൾ അവിടെ എന്തായി? ക്ഷണനേരം ശാന്തിയില്ലാതെ പ്രവർത്തിക്കേണ്ട ശൂദ്രനായി അല്ലേ? എല്ലാവരും അങ്ങനെ ആയിരിക്കും. മുത്തശ്ശിമാരൊക്കെ എങ്ങനെയായി? പിന്നെ വീടിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. പിന്നെ അവർക്ക് ക്ഷണനേരം ശാന്തിയില്ല. അപ്പൊ അവര് ശൂദ്രനായി. ഈ 4 വർണ്ണങ്ങളിലൂടെ പ്രവേശിക്കാത്ത ഒരാളെന്ന് പറയാൻ പറ്റുമോ? ആരും പ്രവേശിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എങ്ങനെ തരംതിരിക്കാൻ ആൾക്കാരെ? നിങ്ങൾ ബ്രാഹ്മണൻ, നിങ്ങൾ വൈശ്യൻ, അങ്ങനെ തരംതിരിക്കുന്നത് നമ്മളിലുള്ള മൂഢതയാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ 4 വർണ്ണങ്ങളെയാണ് 4 സർപ്പചൈതന്യങ്ങളായി കാണുന്നത്. വീടുകൊണ്ടൊക്കെ വെച്ച്
ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബ്രാഹ്മണൻ മണിനാഗം, ക്ഷത്രിയൻ അഞ്ജനമണിനാഗം, വൈശ്യൻ കരിനാഗം, ശൂദ്രൻ പാതാളകരിനാഗം. ഇപ്പോൾ തെക്കൻ മേഖലയിൽ പോയാൽ കുഴിനാഗം, എരിനാഗം, പറനാഗം, അങ്ങനെ പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 വിഭാഗ നാഗങ്ങളെയും വീടുകൊണ്ട് വയ്ക്കും. കാരണം എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസം വേണം, ആരോഗ്യം വേണം, സന്താനം വേണം, അഭിവൃദ്ധി വേണം അല്ലേ? ഇതാണ് അന്നത്തെ ഉദ്ദേശം. ഇതാണ് ആരാധനയുടെ ഉദ്ദേശം. നമ്മുടെ ആവശ്യങ്ങൾക്കായി നമ്മൾ പ്രപഞ്ച ശക്തികളെ ആരാധിക്കുക. ഈ ആരാധിക്കുന്നതിൻ്റെ ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ സർപ്പതന്ത്രം. ഈ രീതിക്കാണ് നമ്മൾ പൂജിച്ച് ആരാധിച്ചു വരുന്നത്. അല്ലാതെ അതിനെ മഹത്തായിട്ട് കണ്ട് ആരാധിച്ചു വരുമ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ വലിയ ഒരു സാഗരത്തിലാണ് നമ്മൾ നീന്തുക. അല്ലാതെ അതിൻ്റെ വിരൂപങ്ങളിലേക്ക് ചിന്തിച്ചാൽ അത് നമ്മളെ വീണ്ടും വീണ്ടും വിരൂപമാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സർപ്പതന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതും സർപ്പയജ്ഞം ചെയ്യാൻ പോകുന്നതും. അപ്പം എന്ത് വേണം? ഈ പ്രപഞ്ചത്തിൽ അറിവ് വേണം അല്ലേ? അതിനെന്ത് വേണം? ബ്രാഹ്മണ സർപ്പത്തെ പ്രീതി വരുത്തണം അല്ലേ? രണ്ടാമത് എന്ത് വേണം? അധികാരം, സ്ഥാനങ്ങൾ വേണം. ജോലി ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ നമുക്കിവിടെ നമ്മൾ സാറെ ബഹുമാനിച്ചു. എന്തുകൊണ്ടാണ് സാറെ ബഹുമാനിക്കുമ്പോൾ ആദ്യം സാറുടെ ആ ജോലിയിൽ ഉണ്ടായിരുന്ന ആ പൊസിഷനാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു പ്രത്യേക ബഹുമാനം എല്ലാവരിൽ നിന്ന് വരുന്നില്ലേ? അങ്ങനെ ഇത് വരണമെങ്കിൽ എന്ത് വേണം? ശാസ്ത്രം വേണം. അപ്പോൾ അവിടെ ശാസ്ത്രത്തിന് അഞ്ജനമണിനാഗത്തെ വന്നിച്ചു. പിന്നെ എന്ത് വേണം? ഐശ്വര്യം വേണം. ഒരു അവധൂതനായിട്ട് നടക്കുന്ന ഒരാളെ ആരാധിക്കാൻ എല്ലാവർക്കും ഒരു മടി തോന്നും. കുറച്ച് ജ്ഞാനികൾ ആരാധിക്കും, അല്ലാത്തവർക്ക് മടി തോന്നും. അപ്പോൾ ഒരു സ്ഥാനമാനങ്ങൾ വേണം. അപ്പോൾ ഐശ്വര്യം വേണം. അതിന് വൈശ്യ സർപ്പത്തെ ആരാധിക്കണം. പിന്നെ എന്ത് വേണം? ആരോഗ്യം വേണം. ദിനഗാത്രരായിട്ട് പ്രവർത്തിക്കാനുള്ള ആരോഗ്യം വേണം. അതിന് ശൂദ്രസർപ്പത്തെ പ്രാർത്ഥിക്കണം. ഈ 4 ഒരുമിച്ച് ആരാധിക്കാൻ പറ്റുന്ന ഒരു 4 രീതിക്കുള്ള ആരാധനയാണ്. കാവുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ വേറെ ആരാധനകളായിരിക്കും. ഈ 4 ഒരുമിച്ച് ആരാധിക്കാവുന്ന ഒരു വേദിയായിട്ടാണ് സർപ്പയജ്ഞവേദി മാറാൻ പോണത്. അപ്പൊ അതൊരു മഹത്തായൊരു കാര്യമാണ്. ഏതോ ജന്മസാഫല്യം കൊണ്ടായിരിക്കാം നമുക്കത് സാധിച്ചിട്ടുള്ളത്. സാധിച്ചു എന്ന് പറയാനില്ല, കഴിയണവരെയും നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് വേണം. കാരണം അത് നേടിയെടുക്കാൻ ഇത് നമ്മളെല്ലാവരും കൂടി പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്യുന്ന വലിയൊരു സാഗരമാണ്. ആ സാഗരത്തിൽ ഒരു അണുവാണ് എല്ലാവരുടെയും അനുഗ്രഹം വേണം നമുക്ക് സാധിച്ചെടുക്കാൻ. അപ്പോൾ അങ്ങനെയൊരു മഹത്തായ പ്രക്രിയയാണ് ഈ സർപ്പയജ്ഞത്തിൽ നടക്കുന്നത്. ഈ സർപ്പയജ്ഞത്തിൽ ആദ്യം നമ്മളിപ്പോൾ ഹോമാൽ അല്ലെങ്കിൽ ദിവ്യ സർപ്പങ്ങൾക്കുള്ള പൂജ. ദിവ്യ സർപ്പങ്ങൾക്ക് ദേവന്മാർക്കൊക്കെ നമ്മൾ ഹോമാണല്ലേ പ്രധാനം. ഹോമാഗ്നി അവരുടെ വായായിട്ട് അല്ലെങ്കിൽ അവരുടെ മുഖമായിട്ട് കരുതുന്നു. അതിലേക്കാണ് നേദ്യങ്ങൾ കൊടുത്ത് സങ്കല്പിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ഹോമം. അഷ്ടനാഗങ്ങളാദ്യ ഹോമങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ അവസാനം ദിവ്യ സർപ്പങ്ങളെ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും സംയോജിക്കുന്ന ആ സ്ഥലത്ത് സ്ഥൂലാദികളായിട്ടുള്ള സർപ്പ ചൈതന്യങ്ങളെ ഒന്നിച്ച് ആവാഹിച്ച് അവർക്കുള്ള വിശിഷ്ട പൂജയായിട്ടുള്ള സർപ്പബലി. ഇതൊന്നും ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയൊരു ക്രിയാപദ്ധതി നടക്കാൻ പോവുകയാണ്. സ്വപ്നമായിട്ടാണ് നമുക്കൊക്കെ തോന്നുന്നത്. കാരണം ഒന്നും നിരീക്ഷിച്ചില്ല. പക്ഷെ എന്തോ ഇത്ര വലിയൊരു സംഗതിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിന് ഭാഗമാവാൻ നമുക്കൊക്കെ യോഗം വേണം. മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ ശ്രമിച്ചാൽ മാത്രം പോരാ, അതിനൊരു യോഗവും കൂടി വേണം. അങ്ങനെ ഒരു വിധിയിൽ നമ്മൾ അവിടെ എത്തിപ്പെടണം, അത് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ക്രിയാപദ്ധതിയാണ് നമ്മളവിടെ ആവിഷ്കരിച്ചിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതും. അതിൽ എല്ലാവരുടെയും പങ്കാളിത്തം വേണം. മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് നടക്കുന്നത്. ദീർഘിച്ച് പോകാതിരിക്കാനാണ് വളരെ സ്പീഡാക്കിയിട്ട്. കാരണം നമ്മൾ സത്സംഗമൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വളരെ സ്ലോ ആയിട്ടും വളരെ ലാഘവത്തോടുകൂടിയേ സംസാരിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് വളരെയധികം സമയമേ ഉള്ളൂ, വളരെ കുറവ് സമയമേ ഉള്ളൂ, അധികമല്ല. കാരണം എല്ലാവരും വിശന്ന് ബുദ്ധിമുട്ടിയിരിക്കുകയായിരിക്കും. അപ്പോൾ ബോഡി തമ്പരാൻ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ സ്പീഡായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ വന്ദേ ഭാരത് പോണ പോലെ സ്പീഡായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിയാപദ്ധതി. ഈ ക്രിയാപദ്ധതിയാണ് സർപ്പയജ്ഞം എന്നുള്ളൊരു ആവിഷ്കാരമായി മാറുന്നത്. നാളെ അമ്പോറ്റി തമ്പുരാൻ എന്നൊരു വ്യക്തി ഇല്ലാതായാലും നാളെ സമൂഹത്തിന് ഇതൊരു പാഠമാവണം. അടുത്ത തലമുറയ്ക്ക് ഇതെല്ലാവരും പകർത്തു കൊടുക്കണം. വ്യക്തി എന്നുള്ള സ്വാധീനം എന്ന് വേണമെങ്കിലും ഒഴിഞ്ഞു വീഴാവുന്ന പുഷ്പങ്ങളാണ്. വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷേ ഈ പദ്ധതികളെല്ലാം ഇനിയുള്ള തലമുറയ്ക്ക് ഉപകാരപ്രദമാവാൻ നമ്മളിൽ എല്ലാവരും കഠിനമായി ശ്രമിക്കണം. ഒരു പക്ഷേ ഏതോ കാലത്ത് ആരൊക്കെയോ ശ്രമിച്ചതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇവിടെ കൂടിയ നമ്മളെല്ലാവരും.
അത് ചെയ്തു വരുന്നത്. അപ്പോൾ ആ ബാക്കി പത്രത്തെ നിറവേറ്റാൻ സർപ്പയജ്ഞം എന്ന മഹാമഹത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോഴായിരിക്കും ഒരുപാട് പറയാൻ പറ്റുക. അങ്ങനെ പറയുന്നു. എല്ലാം ഈശ്വരപാദത്തിൽ, എൻ്റെ വേട്ടേക്കരൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി, നമസ്കാരം.